ഒരു വർഷം മുമ്പ് വരെ ചൈനയുമായി സാമ്പത്തികമായും സൈനികമായും നേർക്കുനേർ മത്സരിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഉയർന്നു വരുന്ന ഒരു ശക്തിയായി ഇന്ത്യയെ ലോകരാജ്യങ്ങൾ വാഴ്ത്തിയിരുന്നു. ചൈനയ്ക്ക് തൊട്ടുതാഴെയുള്ള ഏഷ്യൻ ശക്തിയായി ആഗോള തിങ്ക് ടാങ്കുകൾ ഇന്ത്യയെ വിശേഷിപ്പിച്ചു. ചൈനയ്ക്കെതിരായുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിലാണ് പല രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധത്തെ പോലും കണ്ടത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം മാറി. വലിയ ശക്തി പ്രകടനമായി കണക്കാക്കപ്പെടുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ ജിയോ പൊളിറ്റിക്കലായി ഒറ്റപ്പെടുത്തുകയും നമ്മുടെ സൈനിക ശേഷിയെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ശക്തമായ വ്യോമസേനയ്ക്ക് കാര്യമായ നഷ്ടം സംഭവിച്ചു. അതിന്റെ ആഗോള പ്രതിച്ഛായ തകർന്നു. ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ ധീരമായ ഒരു പ്രസ്താവന പാകിസ്ഥാനും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾക്കുമെതിരെയുള്ള ശക്തമായ തിരിച്ചടി എന്നൊക്കെയുള്ള നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. ദേശീയ വികാരത്തിന്റെ കുതിച്ചുചാട്ടവും ആഘോഷങ്ങളുമൊക്കെ ഉണ്ടായി. എന്നാൽ ചോദ്യങ്ങൾ ഉയരാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒരു റാഫേൽ ഉൾപ്പെടെ 5 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായി. പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയും ചെയ്തു. ഔദ്യോഗിക പ്രസ്താവനകളെല്ലാം അവ്യക്തവുമായിരുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് തിരിച്ചടിയുണ്ടായെന്ന വാർത്തകളോട് പോലും കൃത്യമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ വ്യോമസേനയുടെ പ്രാപ്തിയെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ടായി. പല ചോദ്യങ്ങളും ഉയർന്നു. ഇന്ത്യൻ ജെറ്റുകൾ സാങ്കേതികമായി മെച്ചപ്പെട്ടതല്ലേ? കമാൻഡിൽ പരാജയം സംഭവിച്ചു. ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് എന്താണ് സംഭവിച്ചത്? കൃത്യമായ ഒരു ഉത്തരം പോലും പാർലമെന്റിൽ പോലും ലഭിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഒറ്റ ഓപ്പറേഷനിൽ 5 യുദ്ധവിമാനങ്ങൾ നഷ്ടമായി. അത് ചെറുതല്ല. ആധുനിക ഇലക്ട്രോണിക് യുദ്ധ കാലഘട്ടമാണിത് എന്നോർക്കുക. തകർത്ത ഡ്രോണുകൾ പോലും വ്യാപകമായുള്ള യുദ്ധങ്ങൾ നടക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ലോജിസ്റ്റിക്സും സ്പെയർ പാർട്സും തമ്മിലുള്ള പ്രശ്നമാണ് മറ്റൊരു പോയിന്റ്. സുഖോയ്, മിഗ് പോലുള്ള റഷ്യൻ പ്ലാറ്റ്ഫോമുകളെ ഇന്ത്യ ആശ്രയിക്കുന്നത് ഒരു പ്രശ്നമാണ്. സ്പെയർ പാർട്സ് പലപ്പോഴും വൈകാറുണ്ട്. റാഫേൽ പോലുള്ള വെസ്റ്റേൺ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണമാണെങ്കിൽ പരിമിതമാണ് താനും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ഒക്കെ ഇപ്പോഴും ബൾക്ക് നമ്പറിലൊന്നും തയ്യാറായിട്ടില്ല. അതൊന്നും പൂർണ്ണമായും യുദ്ധത്തിന് സജ്ജമല്ല. മറ്റൊരു പ്രശ്നം വളരെ ആശയക്കുഴപ്പത്തിലായ കമാൻഡ് ചെയിനാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്റർ സർവീസ് ഏകോപനം തകരാറിലായെന്ന് വാർത്തകളുണ്ടായിരുന്നു, റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏകോപിതമായ കമാൻഡ് ചെയിനിന്റെ ഒരു അഭാവം ഈ മുഴുവൻ ഓപ്പറേഷനെ തന്നെ ബാധിച്ചതായാണ് പറയപ്പെടുന്നത്. റഡാറും ബ്ലൈൻഡ് സ്പോട്ടുകളും വലിയ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. ആഗോളതലത്തിലുള്ള വാർ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന ആശങ്കയാണിത്. ചില മേഖലകളിലെ ഇന്ത്യയുടെ റഡാർ കവറേജ് അപര്യാപ്തമാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഇതാണ് അവസ്ഥ. ചൈനയോ പാകിസ്ഥാനോ സ്റ്റെൽത്ത് ഡ്രോണുകളോ ജാമിംഗ് സാങ്കേതിക വിദ്യയോ ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ആ മേഖലകളിലേക്കുള്ള കടന്നാക്രമണങ്ങളെ കണ്ടെത്തുന്നതിൽ പോലും പരാജയപ്പെട്ടു പോയേക്കാം. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളായ വിദേശ സർക്കാരുകൾ, പ്രത്യേകിച്ച് US, റഷ്യ, ഇസ്രായേൽ അതുപോലെ ഫ്രാൻസും ഒക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. അവരുടെ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യ ഇപ്പോഴും ഉയർന്ന തീവ്രതയുള്ള ഒരു യുദ്ധത്തിന് പൂർണ്ണമായും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള അനൗപചാരികമായ റിപ്പോർട്ടുകളും വിവരങ്ങളുമെല്ലാം പുറത്തു വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്ക ചില സുപ്രധാന ടെക് ഷെയറിംഗ് ചർച്ചകൾ വൈകിപ്പിച്ചു ഈ ഓപ്പറേഷന് ശേഷം. അതുപോലെ ഡ്രോൺ കൈമാറ്റ കരാർ സൈലന്റ് ആയി ഉപേക്ഷിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. റഷ്യയാണെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ ഹാർഡ്വെയറുകൾ വിൽക്കാൻ പ്ലാൻ എടുക്കുകയാണ്. റാഫേലിന്റെ കാര്യത്തിൽ ഫ്രാൻസും നീരസത്തിലാണെന്നാണ് കേൾക്കുന്നത്. കാരണം വ്യക്തമായ ഒരു ഓപ്പറേഷണൽ ബാക്കപ്പ് ഇല്ലാതെ റാഫേലുകൾ വിന്യസിച്ചതിൽ ഫ്രാൻസ് വളരെയധികം നിരാശരാണ്. കാരണം റാഫേൽ വിഷയത്തിൽ ഫ്രാൻസ് വളരെയധികം നാണം കെട്ട സ്ഥിതിയിലാണുള്ളത്. നമ്മുടെ ശത്രു എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ കാര്യം നോക്കാം. ചൈനയ്ക്ക് ഇപ്പോൾ കൂടുതൽ ധൈര്യമായി എന്നതാണ് വസ്തുത. അരുണാചലിലും ലഡാക്കിലും ഒക്കെ അതിനൊക്കെ സമീപത്ത് ഈ PLAയുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സൈനികമായ തിരിച്ചടികളെക്കാൾ വിസിബിൾ ആണ് സാമ്പത്തികമായ തിരിച്ചടികൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് സാമ്പത്തിക മേഖലയിൽ സംഭവിക്കുന്നത്? അമേരിക്കൻ താല്പര്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ആരോപിച്ച് ട്രംപ് ഇന്ത്യൻ കയറ്റുമതി 25% തീരുവ ചുമത്തിയിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തുള്ള നേരിട്ട നിക്ഷേപത്തിലുമൊക്കെ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്.
ആഗോള നിക്ഷേപകരും ഇപ്പോൾ ഇന്ത്യയെ പഴയ പോലെ ഒരു ആകർഷകമായ ഓപ്ഷനായി കാണുന്നില്ല. പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ പ്രൈവറ്റ് മാനുഫാക്ചേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാം ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. പ്രതിരോധ രംഗത്തെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് മുകളിൽ കരിനിഴൽ പരക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരം ആശങ്കകൾക്കും റിപ്പോർട്ടുകൾക്കും മേലെ കൂടുതൽ പ്രശ്നമാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ മനഃപൂർവമായ മൗനമാണ്. ഇത് ആശങ്കകളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. പാർലമെന്റിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിച്ചില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയും കല്ലെറിയുകയാണ്. തുറന്നു സംസാരിക്കാൻ ശ്രമിച്ച സൈനികരെ തന്ത്രപരമായി സൈലന്റ് ആക്കുകയും ചെയ്തു. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. 5 വിമാനങ്ങൾക്ക് കൃത്യമായി എന്താണ് സംഭവിച്ചത്? ശത്രു വെടിവെച്ചിട്ടതാണോ, അതോ നമ്മൾ ആക്രമിക്കുന്നതിനിടയിൽ തകർന്നു വീണതാണോ? ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ഈ വിഷയങ്ങളിൽ കേന്ദ്രം പാലിക്കുന്ന മൗനം യഥാർത്ഥത്തിൽ ശത്രു രാജ്യങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരമായി മാറുകയാണ്. ഇന്ത്യൻ സൈനിക ശേഷിയെ വില കുറച്ചുകൊണ്ടുള്ള ആഗോള ക്യാമ്പയിൻ തന്നെ നടത്താൻ പാകിസ്ഥാൻ അവസരം കൊടുത്തത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ മൗനമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജനസംഖ്യ, റിസോഴ്സസ്, ആഗോള പിന്തുണ എന്നിവയൊക്കെ അതിന് അനുകൂലവുമാണ് താനും. എന്നാൽ സൈനിക തയ്യാറെടുപ്പ്, അതുപോലെ തന്ത്രപരമായിട്ടുള്ള ഒരു ആസൂത്രണം, രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇതെല്ലാം തന്നെ യോജിക്കുന്നില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ ഒരു അധ്യായമാകേണ്ടതായിരുന്നു. പകരം അത് ഒരു തിരിച്ചറിവായാണ് മാറിയിരിക്കുന്നത്. സാങ്കേതികാധിപത്യമില്ലാതെ, കൃത്യമായ ഏകോപനമില്ലാതെ, സത്യസന്ധവും ശക്തവും വ്യക്തവുമായ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാതെ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്ന ഒരു തിരിച്ചറിവ്.